ബഹുമാന്യ ശ്രോതാക്കളെ, തിരുമൊഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഈ പ്രോഗ്രാമിൽ ദയവായി പങ്കെടുത്താലും. എന്താണ് യഥാർത്ഥമായ അനുഗ്രഹം? ഈ വിഷയത്തെക്കുറിച്ച് അല്പസമയം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം ഞാൻ വായിക്കുന്നു. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. ഒരു ധനാഢ്യ കുടുംബത്തിൽ പിറന്ന അവസ്ഥയിൽ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ എല്ലാവിധ സമ്പത്തുകളും നന്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താണ് അനുഗ്രഹം? ഇന്ന് പലരും പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം എന്നാൽ എന്താണ്? കേവലം സമ്പത്താണോ? ധനത്തിൻ്റെ അമിതമായ അവസ്ഥ അതൊരു അനുഗ്രഹമായി കാണുന്നവരുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ, യാക്കോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, തൻ്റെ സഹോദരന് സമ്മാനമായി കൊടുത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഈ 32-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏശാവിന് സമ്മാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടുകൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട് കൊറ്റനെയും കറവുള്ള ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ച് തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തൻ്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിനു മധ്യേ ഇടയിടുവീൻ എന്ന് പറഞ്ഞു. നോക്ക്, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന് സമ്മാനമായി കൊടുത്തയച്ച ഇത്രയും ആടുമാടുകളുടെ സമ്പത്താണ്. എന്നെ ചിന്തിപ്പിച്ചത്, ഒരു സമ്മാനം കൊടുക്കുവാൻ ഇത്രയും വലിയ എണ്ണം കൊടുക്കുവാൻ കഴിവുള്ള ഒരു മനുഷ്യന് ഇനി എന്താണ് അനുഗ്രഹം? സമ്പത്താണ് അനുഗ്രഹമെങ്കിൽ ഈ വാക്കിന് അർത്ഥമുണ്ടോ? ഇന്ന് ആത്മീക ജീവിതത്തിൽ പലരുടെയും പ്രതീക്ഷ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഭൗതിക നന്മകൾ എന്ന് കരുതുന്നവരുണ്ട്. ഞാനതിനെ നിഷേധിക്കുന്നില്ല. അത് ആവശ്യമായ മണ്ഡലത്തിൽ എല്ലാം തന്നെ വേണം. നിത്യജീവിതത്തിന് ആവശ്യമായതെല്ലാം, വരുമാനങ്ങൾ, ഭവനം, വസ്തുവകകൾ, വാഹനം, ആടുമാടുകൾ, ബാക്കി എന്തെല്ലാം സൗകര്യങ്ങൾ ദൈവം തരുന്നോ അതെല്ലാം നേടുന്നത് നല്ലത് തന്നെ, അത്യാവശ്യമാണ്. ഈ ഭൂമിയിൽ ആരും ദരിദ്രരായി ദുഃഖിതരായി കഴിയുവാൻ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. തിരുവെഴുത്ത് നാം വായിക്കുന്നുണ്ട്, മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വ്യസനിപ്പിക്കുന്നത്. ചിലർക്ക് ദുഃഖഹേതുവായി, കാരണമായി ചിലതൊക്കെ സംഭവിക്കുന്നത് അത് അവരുടെ യഥാസ്ഥാനത്തിനും ഗുണീകരണത്തിനും അവരെ യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരുവാനുമായിരിക്കാം. ഏതായാലും ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നാം സേവിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എല്ലാവരുടെയും ശുഭത പ്രതീക്ഷിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും എല്ലാ അനുഗ്രഹത്തോടും കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം അനുഗ്രഹമായി കാണുന്നത് വലിയ ബഹുനില കെട്ടിടങ്ങളില്ലാത്തതോ, അതൊരു ശാപമായി കാണുന്ന ചിലരുണ്ട്. ഇനിയും നിത്യജീവിതത്തിന് ആവശ്യമായ വകകൾ ഇല്ലാതെ ഇരിക്കുന്നതൊക്കെ അത് പലരെയും വിഷമിപ്പിക്കുന്നുണ്ട്. ഈ വകകൾ ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായി കാണുന്നതുമുണ്ട്. പക്ഷെ വേദപുസ്തക വീക്ഷണത്തിൽ നാം പഠിക്കുമ്പോൾ കേവലം വസ്തുവകകളോ സമ്പത്തുകളോ മാത്രം ഒരു അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായി ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഭക്തനായ ഈ യാക്കോബ് അവൻ ഒരിക്കലും ഈ വാക്ക് ആവശ്യപ്പെടുകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ ദൂതനോട് മല്ലുപിടിക്കുമ്പോൾ പറയുകയാണ്, നിശ്ചയമായും എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല.
യാക്കോബിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി എന്താണ് അനുഗ്രഹം? ഇതേ അവസ്ഥയിൽ തന്നെ താൻ വളരെയധികം ബുദ്ധിയോടെ പ്രവർത്തിച്ച് വസ്തുതകളെ നേടിയെടുത്ത ഒരു മനുഷ്യനാണ്. ആധുനിക ശാസ്ത്രത്തിൽ കാണുന്ന പലതിനെയും ആടുമാടുകളുടെ പെരുപ്പത്തിനു വേണ്ടി, വർധനവിനു വേണ്ടി പുതിയ സംവിധാനങ്ങളെ രേഖപ്പെടുത്തി അവിടെ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ആരോടും അഭ്യരിക്കാതെ താൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനെയാണ് യാക്കോബിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റാരെയും വശീകരിക്കാതെ, ചൂഷണങ്ങൾ ചെയ്യാതെ, കഠിനാധ്വാനം ചെയ്ത് തനിക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ യാക്കോബിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി 31 അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു, 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറും കൈയോടെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ഈ വചനങ്ങൾ വായിക്കുന്നത് എന്താ? തൻ്റെ ജീവിതത്തിൽ നേടുവാൻ എല്ലാവരും യാക്കോബിനെ ഒരു ഉപായിയായി, മറ്റുള്ളവരെ വഞ്ചിച്ചെടുത്തതായി പഠിപ്പിക്കാറുണ്ട്. ഞാനതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ വഞ്ചിക്കപ്പെട്ട വ്യക്തിയായിട്ട് യാക്കോബ് തന്നെക്കുറിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം അമ്മാവൻ തന്നെ പല പ്രാവശ്യം അവൻ്റെ പ്രതിഫലത്തെ മാറ്റിക്കളഞ്ഞതായിട്ട് ഇവിടെ വായിക്കുന്നു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. തനിക്ക് അർഹമായി ലഭിക്കേണ്ട നന്മകളും അവകാശങ്ങളും ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യം മാറ്റിക്കളഞ്ഞ് തന്നെ വഞ്ചിച്ച സമൂഹത്തെയാണ് യാക്കോബ് ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. പക്ഷേ തനിക്ക് വ്യക്തമായി പറയുവാനുള്ള, താൻ സേവിച്ചിരുന്ന ദൈവം തന്നെ അനുഗ്രഹിക്കുകയും നീതിയോടെ പ്രവർത്തിക്കുകയും ചെയ്ത് ആടുമാടുകളും മറ്റു നന്മകളും ഒക്കെയും നേടുവാൻ കഴിഞ്ഞു എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, വാസ്തവത്തിൽ വഞ്ചിച്ചെടുക്കുകയല്ല, താൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്താൽ പ്രവർത്തിച്ച് പല നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ദൈവാശ്രയത്താൽ നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരു സമൃദ്ധിയുടെ ലെവലിലെത്തിയ ഈ അബ്രഹാമിന് ഇനി എന്താണ് ഒരു അനുഗ്രഹം വേണ്ടുന്നത്? അതാണ് നമ്മുടെ വിഷയം. അബ്രഹാമിനെ കുറിച്ച്, ഈ യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകതയുള്ള ദൈവാശ്രയമുള്ളവനായിരുന്നു. തൻ്റെ ഭവനം വിട്ട് യാത്രയിൽ പോകുന്ന സാഹചര്യത്തിൽ അവൻ രാത്രിയിൽ ചെന്ന് കിടന്ന് ഉറങ്ങുന്ന സ്ഥലത്ത് അവിടെ ദൈവിക ദർശനങ്ങൾ കാണുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ദൈവദർശനത്തെ കാണുന്ന ഭക്തനായ ഒരു മനുഷ്യൻ. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനങ്ങൾ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ കാണുന്ന യാക്കോബിൽ അതൊരു അനുഗ്രഹമല്ലേ? വെളിപ്പാടുകളും കൃപാവരങ്ങളും ഉള്ളതൊരു അനുഗ്രഹമായി ചിത്രീകരിക്കുമ്പോൾ ഇനി ഏത് അനുഗ്രഹമാണ് യാക്കോബിന് ആവശ്യമായിരിക്കുന്നത്? എന്താണ് യഥാർത്ഥമായ ഒരു അനുഗ്രഹം? തൻ്റെ ജ്ഞാനം, ദൈവത്തോടുള്ള ബന്ധങ്ങൾ, തൻ്റെ സാമ്പത്തികമായ വളർച്ച, ഇതെല്ലാം തന്നെ തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുമ്പോൾ ഇന്ന് ഈ മനുഷ്യനിപ്പോൾ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം ഏതാണ്? ഞാൻ ഇവിടെ നിന്ന് ഒരു കാര്യം എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളോട് പങ്കുവയ്ക്കട്ടെ. എന്താണ് സാക്ഷാൽ അനുഗ്രഹം? ഒരുവൻ വിദ്യാസമ്പന്നനായി ബുദ്ധിയിലും ജ്ഞാനത്തിലും തക്ക സമയങ്ങളിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണ്. അത് അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അത് മാത്രമാണോ അനുഗ്രഹം? അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഇതര ശാസ്ത്രജ്ഞരും മറ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഒക്കെ അവരാണല്ലോ തികഞ്ഞവരായത്. ജ്ഞാനമോ സമ്പത്തോ നല്ല ഉചിതമായ തീരുമാനങ്ങൾ തക്ക സമയത്ത് സ്വീകരിക്കാനുള്ള കഴിവുകളോ മാത്രമല്ല ഒരനുഗ്രഹം. അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്, ദൈവത്തിങ്കിൽ നിന്നും പ്രാപിക്കേണ്ടതാണ് എന്ന സത്യത്തിലേക്ക് ഇത് നമ്മെ വിരൽ ചൂണ്ടുകയാണ്. തൻ്റെ ജീവിതത്തിൽ എപ്പോൾ നമ്മൾ പഠിച്ചിരുന്നാലും യാക്കോബ് എല്ലാവർക്കും ഒരു ഉപായി എന്ന നിലയിൽ പലരും ചിത്രീകരിച്ച് പഠിച്ചു. അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ചു,
ചേട്ടനെ പയറുപായസം നൽകി അനുഗ്രഹം പ്രാപിച്ചു. ഇങ്ങനെ പലതും പ്രസ്താവിക്കുമ്പോൾ യാക്കോബിനെക്കുറിച്ചുള്ള എൻ്റെ സൂക്ഷ്മമായ പഠനത്തിൽ ചില പ്രത്യേകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു വാക്ക് പറഞ്ഞാൽ, എന്തെങ്കിലും കൊടുക്കാതെ താൻ ഒരു കാര്യവും സ്വീകരിച്ചിട്ടില്ല. പായസം കൊടുത്താണ് ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് അവകാശം വാങ്ങിച്ചത്. ഇറച്ചി കൊടുത്താണ് അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തിട്ടാണ് താൻ കിടന്ന് ഉറങ്ങിയ കല്ല് എടുത്ത് അതിനുമേൽ അഭിഷേകം ചെയ്തിട്ട് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നേടുന്നതിലൊക്കെയും നിനക്ക് ദശാംശം തരും, ഇവിടെ ഞാൻ ദൈവത്തിൻ്റെ ആലയമായിരിക്കും എന്ന് പ്രതിഷ്ഠ ചെയ്യുന്നു. ഈ സാഹചര്യത്തിലെല്ലാം അപ്പനോടും ജ്യേഷ്ഠനോടും ദൈവത്തോടും താൻ ഉടമ്പടി ചെയ്ത് എന്തെങ്കിലും കൊടുക്കാതെ താൻ ഒരു കാര്യവും നേടിയിട്ടില്ല. അങ്ങനെ ഒരു സൂക്ഷ്മമായ കാര്യം യാക്കോബിൽ നമുക്ക് പഠിപ്പാൻ കഴിയുന്നു. അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ, തൻ്റെ കയ്യിലുള്ള അവസ്ഥയെ കൊടുത്തിട്ട്, ലളിതമായതിനെ ലഘുവായതിനെ കൊടുത്തിട്ട് മഹത്തായതിനെ നേടുവാനുള്ള ഒരു ഉത്സാഹം യാക്കോബിൽ ഞാൻ കാണുന്നു. അത് ചതിയെങ്കിൽ അത് ചതിയായി ചിത്രീകരിക്കാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്ന അവരോ അധികം നല്ലതിനെ, ഉത്തമമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായതിനെ നേടുവാനുള്ള വ്യഗ്രത, അല്പസമയത്തേക്ക് വിശക്ക് അടക്കുവാനുള്ള പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം താൻ സ്വീകരിച്ചു. യാക്കോബിൽ ഞാൻ കണ്ടെത്തിയ ഒരു ഗുണം, താൽക്കാലികമായതിനെ ബലിയർപ്പിച്ചിട്ട് ശാശ്വതമായതിനെ നേടുവാൻ താൻ ശ്രമിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പുറകിൽ നിൽക്കുവാനല്ല, മുൻനിരയിൽ നിൽക്കുവാനും അനുഗ്രഹം എന്നുള്ളത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അത് ആ പിതാവിൻ്റെ കൈവച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി താൻ വ്യഗ്രത കൊണ്ടു. അതിൻ്റെ സാങ്കേതികത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഏതായാലും വെറും കൈയോടെ പിതാവിൻ്റെ അടുത്തും എത്തിയില്ല, ജ്യേഷ്ഠൻ്റെ അടുക്കലും എത്തിയില്ല, ദൈവത്തിൻ്റെ സന്നിധിയിലും എത്തിയില്ല. ഇവിടെ നിന്ന് എനിക്ക് ഒരു കാര്യം കൂടി പ്രബോധിപ്പിക്കുവാനുള്ളത്, പലർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വെറുതെ ചെന്ന് കിട്ടണം, ദൈവം എല്ലാം ഔദാര്യമായിട്ട് കിട്ടണം, എല്ലാവരും വെറുതെ കൊടുക്കണം, എല്ലാവരിലും വെറുതെ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം, അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് എല്ലാം വെറുതെ ലഭിക്കണമെന്നുള്ള ആഗ്രഹം, അവർക്ക് യാക്കോബ് ഒരു മറുപടി നൽകുന്നു. തൻ്റെ ജീവിതത്തെ മറ്റ് ന്യൂനതകളിൽ കൂടി കാണുവാൻ ശ്രമിക്കുമ്പോൾ അത് ഉണ്ട് എങ്കിലും, ഞാൻ യാക്കോബിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണുന്നത്, താൻ എപ്പോഴും ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചു, ഒരു ഉയർച്ച പ്രതീക്ഷിച്ചു, നല്ലത് പ്രതീക്ഷിച്ചു, ശാശ്വതമായത് പ്രതീക്ഷിച്ചു, അതിന് സാധ്യമായ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. പ്രിയ സ്നേഹിത, ദൈവത്തോടായാലും മനുഷ്യരിൽ നിന്നായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു നേടുവാൻ ശ്രമിക്കണം. അത് നല്ല കാര്യമാണ്, ഔദാര്യമായി. ഇന്ന് ആലയത്തിൽ പോയാലും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, വെറും കൈയോടെ ആലയത്തിൽ വരരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ടത് വെറും വാക്കുകൾ മാത്രമല്ല, തങ്ങളുടെ കടമകളിൽ നിന്ന് ചെലവിടേണ്ട കാര്യങ്ങളും ചെലവിട്ട് അത് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിവിടെ മറ്റൊരു വിഷയത്തിലേക്ക് വരട്ടെ. എന്താണ് അനുഗ്രഹം? തൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുള്ളതെല്ലാം കൊടുത്തു വാങ്ങിച്ചതായ അനുഗ്രഹം, ഭൗതികമായ വസ്തുക്കളിലെ നേട്ടമാണ്. താൻ സമ്പന്നനായതും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും തനിക്കുള്ളത് കൊടുത്ത് നേടിയതാണെങ്കിൽ, ഇനി ഒരു കാര്യം കൂടി, മുതൽ മുടക്കാതെ ലഭിക്കുന്ന ഒരു വിഷയമുണ്ട്, സ്വർഗത്തിൽ നിന്ന് മാത്രം പകരപ്പെടുന്നത്. അതിന് പകരമായി ഒന്നും കൊടുക്കുവാനില്ല. തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ തുറന്ന് സമ്മതിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സ്വർഗീയ അനുഗ്രഹം, അതാണ് യഥാർത്ഥമായ അനുഗ്രഹം. അതേ ദൈവവേദിയിലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമോ? നിങ്ങൾ പാർക്കുന്ന വലിയ വീട്, ചെറിയ വീടോ, നിങ്ങളുടെ സമ്പത്തുകളോ, അതൊരു നന്മയാണ്, അത് ദൈവം തന്നതാണെന്നിരിക്കട്ടെ. പക്ഷേ യഥാർത്ഥ അനുഗ്രഹം അതല്ല. ആ ഭവനത്തിനകത്ത് സമാധാനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തികഞ്ഞ പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ, സംതൃപ്തിയുടെ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ, ഇതുവരെ നേടിയതെല്ലാം സ്വന്തം പ്രയത്നങ്ങളാൽ നേടിയതാണെങ്കിൽ ഇനി പ്രവർത്തിച്ച് നേടുവാൻ കഴിയാത്ത ഒരു അനുഗ്രഹമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് മാത്രം പകരപ്പെടുന്നതാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ പാദപീഠത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട്, പിതാവേ, ഇതുവരെ ഞാൻ പ്രാപിക്കാത്ത ഒരു അനുഗ്രഹം ഇനിയുമുണ്ട്, അതെനിക്ക് നൽകണം. അത് ആർക്കും തരുവാൻ കഴിയാത്തതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നത്. തൻ്റെ ഇതുവരെയുള്ള സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തി
തൻ്റെ പേരിന് തന്നെ മാറ്റം വരുത്തി, തൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരനുഗ്രഹം ഇപ്പോൾ പകരുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുന്നു, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ മറുപടി പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. ഒരു കാര്യം ഓർക്കണം, ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ പേരിന് തന്നെ ഒരു വ്യത്യാസം വരുന്നതാണ്. എന്താണ്? പേര് മാറ്റിയിട്ട് ഒരു പുതുമയുള്ള പേരെടുക്കുന്നതല്ല. ഉപായിയുടെ അനുഭവത്തിൽ അറിയപ്പെട്ടിരുന്ന അവസ്ഥ ഇനി ദൈവത്തിൻ്റെ പ്രഭു എന്ന അതിവിശിഷ്ടമായ ഒരു അനുഗ്രഹത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പേര് മാറ്റി ഏതെങ്കിലും അവസ്ഥകൾ മാറി ഇട്ടതുകൊണ്ടോ, വീട്ടുപേര് മാറിയാൽ അനുഗ്രഹമാകുകയില്ല, സ്വന്തം പേര് മാറ്റിയിട്ടത് കൊണ്ടായില്ല. പകരം ദൈവം കൽപ്പിച്ച് നൽകുന്ന ആ പേരിനകത്ത് ഒരു സ്വഭാവ രൂപീകരണമുണ്ട്, ഒരു അതിമഹത്തായ ഒരു അവസ്ഥയുണ്ട്. ഈ അനുഗ്രഹത്തിലേക്ക് വരുവാൻ ഇന്ന് ഈ സായാഹ്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, എനിക്കൊരു രൂപാന്തരം ആവശ്യമുണ്ട്. എൻ്റെ കണക്കുകൂട്ടലുകൾക്ക് മാറ്റം വരുത്തുവാൻ, എൻ്റെ പ്രതീക്ഷകൾക്ക് അതീതമായി ശാശ്വതമായ ഒരു അനുഗ്രഹം എനിക്ക് വേണം. അതെന്താണ്? ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഒരു നാമമല്ല, സ്വർഗത്തിൽ നിന്നും ലഭിക്കുന്ന, സ്വർഗം നിർദ്ദേശിക്കുന്ന ആ നാമത്തിൽ ഇനി എന്നെ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? യഥാർത്ഥ അനുഗ്രഹം ഭൗതിക വസ്തുക്കളിൽ നിക്ഷിപ്തമായിരിക്കുന്നതല്ല. യഥാർത്ഥമായ അനുഗ്രഹം അനുഭവിച്ചറിയുന്നതാണ്. ഏറ്റവും വലിയ അനുഗ്രഹം ഒരു മനുഷ്യൻ സംതൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്താൽ ലഭിച്ച സമാധാനം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ആ സമാധാനം. ലോകത്തിൽ മറ്റാർക്കും തരുവാൻ കഴിയാത്ത വസ്തുക്കൾ ലഭിക്കുന്ന ആ സമാധാനവും സന്തോഷവും അതിന് മാറ്റം വരുമ്പോൾ ദൈവം തരുന്ന സമാധാനം അത് ഏറ്റവും സന്തോഷവത്വവും അത് ശാശ്വതവുമായിരിക്കും. ആ അനുഗ്രഹീതമായ ഒരു നിറവിലേക്ക് വരുവാൻ ഈ സായാഹ്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് കാരണം എന്താണ്? ഇതുവരെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് കാരണം ഏതാണ്? അധ്വാനിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം നല്ലത് തന്നെ. പക്ഷേ അവസാനമായി പ്രാപിക്കേണ്ട ഒരു വലിയ അനുഗ്രഹത്തിലേക്ക്, എന്താണ്? എൻ്റെ പേർ യാക്കോബ് എന്നാണ്. ഒരു തുറന്ന സമ്മതം. ഞാൻ ഇതുവരെ സമീപിച്ചതിലും വ്യത്യസ്തമായ ഒരു അവസ്ഥയിൽ ഇതുവരെ ബുദ്ധിമണ്ഡലം കൊണ്ട് നേടിയെങ്കിൽ ഇനി സമർപ്പണം കൊണ്ട് നേടുന്ന ആ ദൂതൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു സാഷ്ടാംഗ പ്രണാമം, പൂർണ്ണമായ ആശ്രയത്തിൽ, ദൈവത്തിൽ ഉള്ള ആശ്രയത്തിൽ, ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള സമർപ്പണത്താൽ നേടുന്ന അനുഗ്രഹം, അതാണ് ശരിയായ അനുഗ്രഹം. അത് പ്രാപിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുമോ? നിങ്ങളുടെ പേര് വ്യത്യാസപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ജീവിത ശൈലിക്ക് ഒരു രൂപാന്തരം വരുത്തി ദൈവത്തിൻ്റെ വചനത്തെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആ മഹത്തായ അനുഭവത്തിലേക്ക് വരുവാൻ ഈ സായാഹ്ന സമയം, ഈ വചന കേൾവി ഇടയായി തീരട്ടെ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾക്കൊരു മാറ്റം വരുത്തേ. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ വാസം ചെയ്യട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യട്ടെ. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നിങ്ങളുടെ മേലൊന്ന് വരട്ടെ. സംതൃപ്തിയുടെ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ ഇടവരട്ടെ. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ശ്രവിച്ച ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിന് അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നേടുന്ന ഭൗതിക നേട്ടമല്ല യഥാർത്ഥമായ അനുഗ്രഹം. സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ച് അനുഗ്രഹിച്ച് നൽകുന്നതാണ് ശാശ്വതമായതെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ആ ദിവ്യമായ അനുഭവത്തിലേക്ക് ഈ കേൾവിക്കാരെ ഓരോരുത്തരെയും നടക്കുകയും കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കേണ്ട വിലാസം: തിരുമൊഴികൾ, ഇത് വേഡ് മിനിസ്ട്രീസ് ഇന്ത്യ, ഫെയ്ത്ത് വില്ല, നെല്ലിമുകൾ PO, അടൂർ, കേരള. പിൻ 691551. ഫോൺ 04734 230 828. മൊബൈൽ
9447908278. ഇമെയിൽ pastor9an@yahoo.com.